ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മുളകിട്ട മീൻകറിയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ്. അതിന് തന്നെ നമ്മൾ ആദ്യം ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിൽ നന്നായിട്ട് അങ്ങോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. അതിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം നന്നായി വഴണ്ട് വരുമ്പോൾ എന്നിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട്, മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതങ്ങോട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് നന്നായിട്ട് ആവണ വരെ ഇളക്കി കൊടുത്ത് അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ഈസ്റ്ററിന് ഞങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യണതായിട്ടോ. ഈസ്റ്ററിന് നമ്മൾ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കണ ഐറ്റമാണ് ഇപ്പോൾ നമ്മൾ വെക്കുന്നത്. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. നന്നായിട്ട് തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ. അത്യാവശ്യം മീനുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പം നമ്മൾ കട്ട്ള മീനാണ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. കട്ട്ള മീൻ നമുക്കറിയാം പാടത്തുനിന്നൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഹെൽപ്പറായിട്ട് അമ്മയുണ്ട്. അല്ല, ഞങ്ങളാണ് അമ്മയുടെ ഹെൽപ്പർ. മാസ്റ്റർ ഷെഫ്. ഞാൻ ആദ്യമായിട്ട് മൺചട്ടിലേക്കുണ്ട്. ഞാനത് കുത്തി പൊടിച്ച് ഒരു പരിവാക്കിയിട്ടുണ്ട്. നിങ്ങളതുകൊണ്ട് അതിനെ നല്ല വേദനിപ്പിക്കാണ്ട് ഇളക്കിക്കൊള്ളൂട്ടോ ഗൈസ്. മല്ലിപ്പൊടി ഇട്ടു ഗൈസ്. മല്ലിപ്പൊടി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഗൈസ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം മൺചട്ടിയൊക്കെ വെച്ച് അടിപൊളിയായിട്ട് നമ്മൾ കറിയിലേക്ക് ഉപയോഗിക്കാം. മല്ലിപ്പൊടി ഇട്ടു. ഇതേ മുളക് പൊടി 3 സ്പൂണല്ല 2 സ്പൂൺ മുളക് പൊടി ഇട്ടു. ഇപ്പം തന്നെ നല്ലൊരു മസാല കൂട്ടായിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല. നല്ല ഡാർക്ക് കളറിൽ എല്ലാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക്. അതിൽ വെള്ളം വരും, അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവും. അതുമാതിരി തന്നെയായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ല, എറണാകുളം സ്റ്റൈലാണ് ഇത് വെക്കണേ. മുളകിട്ട് വറ്റിച്ച ആ ഒരു കറി. അപ്പം നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്തോളാം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇത് ഏകദേശം ഒന്നായി വരുന്നുണ്ട്. നല്ല ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു മണക്ക് വരും, വാടിയൊരു മണക്ക് വരും. അങ്ങനെ ആ സമയത്താണ് നമ്മൾ എന്തിടേണ്ടത്, ഇത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ആ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത് അത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് പുളിവെള്ളം കൂടി ഇതിൽ ഒഴിക്കും കേട്ടോ. ഈ പുളിവെള്ളം എന്ന് പറയണത് ഒരു 8 കുടംപുളി എടുത്തിട്ട് അതിനമ്മ ഇങ്ങനെ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചിട്ട് അതിൻ്റെ പുളി എടുത്തിട്ട് ആ വെള്ളമാണ് നമ്മൾ ഒഴിക്കണം. അല്ലാണ്ട് ഡയറക്റ്റായിട്ട് അങ്ങനെ പുളി ഇടല്ല ചെയ്യണേ. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. പുളിനെ തിളപ്പിച്ചിട്ട് ആ വെള്ളം മാത്രം ഒഴിക്കുകയാണ് ചെയ്യുക. അങ്ങനെ പുളിവെള്ളം എടുത്ത് വെച്ചത് ദേ ഇവിടെ ഇരിക്കുന്നുണ്ട്. തിളപ്പിച്ച് വെച്ചത് ആ വെള്ളം ഇതിലേക്ക് ഈ കൂട്ടിലേക്ക് നന്നായിട്ട് മിക്സായി വരുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇത് ആ ഒരു വാടിയൊരു സ്മെല്ലൊക്കെ വരണം കേട്ടോ. അപ്പോഴാണ് ഈ വെള്ളം നമ്മൾ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ ഈ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തു. അപ്പോൾ നല്ല പുളി ആയിക്കണം. നല്ലോണം എടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരു 5-8 പുളിയെങ്കിലും എടുത്തിട്ടുണ്ടാവും. ആ പുളി നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങണം. അപ്പോൾ അതാണ് മീൻ നല്ല ടേസ്റ്റ് വരിക. പുളിയും എരിവും അതാണ് ഈ മീനിൻ്റെ ഈ വറ്റിച്ചതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയാൻ തന്നെ. അപ്പം അങ്ങനെ ആ പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു. നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ഇതൊന്ന് തള വരണം. ഇച്ചിരി തള വരുമ്പോഴാണ് നമ്മൾ ഇനി മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്. അതിനടുത്തത് വരാൻ പോകണുള്ളൂ. അപ്പോൾ ജസ്റ്റ് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു തള വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ തന്നെ ഇതിൻ്റെ ഇത് ഇപ്പോൾ തന്നെ നമുക്ക് ഈ ചാറ് കുടിച്ച് നോക്കാൻ തോന്നും. നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ചൊക്കെ കുടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. പിന്നെ ഉപ്പ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മളൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ടേസ്റ്റ് നോക്കുന്നുണ്ട് ഉപ്പ് കറക്റ്റാണോ ഓക്കെ ആണോ എന്ന്. അപ്പോൾ എനിക്ക് ഉപ്പ് കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്കിങ്ങനെ നോക്കാം. ഉപ്പൊക്കെ ശരിയായിട്ടില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. നന്നായിട്ട് ഉപ്പിട്ട് കൊടുക്കണം. എന്നാലാണ് ആ മീനിനൊക്കെ ഉപ്പൊക്കെ പിടിക്കുള്ളൂ. ആ മീനിട്ട് കൊടുക്കുമ്പോൾ ഇത് ഒട്ടും ഉപ്പില്ലാതെ പോലെ. അപ്പോൾ ഉപ്പ് കുറച്ച് മുകളിൽ നിൽക്കണ മാതിരി ഇട്ട് കൊടുക്കും. അങ്ങനെ ഇടയ്ക്കിടെ കുറച്ച് ടേസ്റ്റൊക്കെ നോക്കി, ഉപ്പൊക്കെ നോക്കി, എരിവൊക്കെ നോക്കി, പുളിയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക. അത് കഴിയുമ്പോൾ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ മീനിട്ട് കൊടുക്കും. അത്രേ ഉള്ളൂ ഗൈസ്. എളുപ്പമാണ്, ഭയങ്കര എളുപ്പമാണ് ഈ മീൻ കറി വെക്കാനായിട്ട്. ഈസി റെസിപ്പിയാണ്. അത് നമ്മൾ അടച്ചു വെച്ചുട്ടാ. എന്നിട്ട് തള വരുമ്പോൾ നമ്മൾ മീനിട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചു. അടച്ചു വെച്ചു. അതിൽ മീനിട്ട് വീണ്ടും തിളപ്പിച്ചു.
കണ്ട മീനൊക്കെ കിടക്കണ കണ്ട തിളക്കണ കണ്ട നല്ല മണം മോനെ, രക്ഷയിലായിരുന്നു മണം. അങ്ങനെ കുറച്ച് ടേസ്റ്റ് ഞാൻ നോക്കി. അത് കഴിഞ്ഞപ്പോൾ ചേച്ചി നോക്കി. എനിക്ക് അപ്പം എന്തോ എൻ്റെ വായ പൊട്ടിയിരിക്കുന്ന ടേസ്റ്റ് നന്നായിട്ട് അറിയണമെന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ചേച്ചി കുറച്ച് ടേസ്റ്റ് നോക്കി. ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് നോക്കാൻ. എങ്ങനെയുണ്ടെന്ന് പറയോ? എനിക്കൊന്നും അറിയാനില്ലല്ലോ. ചേച്ചി നോക്കിയേ. അതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ ഞാൻ നമ്മൾ ഉലുവ ഇടാൻ പോവാ ഗൈസ്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഉലുവ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ തേങ്ങാപ്പാൽ മിക്സ് ചെയ്യും. തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാം പാൽ മാത്രം ഇട്ടാ, വേറെ പാലൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഒന്നാം പാൽ നന്നായിട്ട് അരച്ച് പിഴിഞ്ഞ് വെച്ച് ഉലുവപ്പൊടിയും വിലയ്ക്ക് അങ്ങ് ഒഴിക്കുക. സെമ്മ ടേസ്റ്റ് ആയിരിക്കും. ഒരു ചോപ്പ്. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ സമയത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. നമ്മൾ കയ്യിലിട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മീൻ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ കയ്യിലിട്ട് ഇളക്കാനൊന്നും നമ്മൾ പാടില്ല. അപ്പം ഈ തിളച്ച മീൻ നമ്മൾ കുറച്ച് ടേസ്റ്റൊക്കെ നോക്കുക. അപ്പം ഭയങ്കര രുചിയായിരിക്കും കേട്ടോ. ഒരു രക്ഷയില്ലാത്ത രുചിയായിരുന്നു ഞാൻ നോക്കിയപ്പം. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് ചോറെടുക്കാം. കുറച്ച് ചോറെടുത്തിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് മീൻചാറും ചിറ്റിച്ച് കൊടുത്ത് കുറച്ച് 2-3 മീൻ കഷ്ണം കൂട്ടിയ ഒരു തീറ്റ അങ്ങോട്ട് തിന്നണം ഗൈസ്. ഊട്ടിക്കത്തെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുറച്ച് കപ്പ ഉണ്ടെങ്കിൽ അതിൻ്റെ മേളിലൊഴിച്ച് അതും കൂടി മീനും കൂട്ടി തിന്നു കഴിഞ്ഞാൽ അതും ഒടുക്കത്തെ ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ അപ്പച്ചൻ ഓൾറെഡി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ അതേ അപ്പച്ചനുള്ള ഫുഡ് അതേ കൊടുക്കാൻ പോവാണ്. കുറച്ച് മീൻചാറ് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്ത് മീൻ കഷ്ണം ഇട്ട് അപ്പച്ചന് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പച്ചനോട് ഞങ്ങൾ ചോദിക്കുകയാണ് ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അപ്പച്ചനെ പറയും. സൂപ്പർ ടേസ്റ്റ്.